എപ്പോഴും ചിക്കൻ കറി ഒരേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നാറില്ലേ? ഇന്ന് നമുക്ക് വെറൈറ്റി ടേസ്റ്റിൽ ടർക്കിഷ് ചിക്കൻ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് ചപ്പാത്തി, കുബൂസ്, പൊറോട്ട, നാന്, ഫ്രൈഡ് റൈസ് ഇവയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഞാൻ 800 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അധികം എരിവ് കഴിക്കാത്തവരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ മതിയേ. ഇതിലോട്ട് 1/2 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു മീഡിയം ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തൈര് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ചിക്കൻ ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ ഫ്രൈ പാനിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് അടച്ചു വെച്ച് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വേകുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വൈറ്റ് സോസ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇട്ട് കൊടുക്കാം. 1 കപ്പ് പാലും കൂടെ ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇത് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം. സ്റ്റൗ ഓണാണ്, തീ കുറച്ച് വെക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ കസൂരി മേത്തി കയ്യിലോട്ട് എടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഞെരടിയിട്ട് അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ചിക്കൻ ഓൾറെഡി ഉപ്പിട്ടേക്കുന്നതുകൊണ്ട് ഇതിൽ ഉപ്പ് നോക്കി മാത്രമേ ഇട്ട് കൊടുക്കാവൂ. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഇത് മിക്സ് ചെയ്യുക. മൈദയൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് കുറുകി വരുവേ. തീ ഞാൻ കുറച്ച് വെച്ചിട്ടാണ് ഇതിനെ കുറുക്കിയെടുത്തത്. ഇത് ചൂടായി വന്നപ്പോൾ തന്നെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നല്ലതായിട്ട് ഇത് കുറുകി വരും. അന്നേരത്തേക്ക് തീ നമുക്ക് ഓഫ് ചെയ്യാം. ചിക്കനിൽ നിന്ന് നല്ലതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം അധികം ഉണ്ട് കേട്ടോ. കുറച്ച് ഗ്രേവിയായിട്ട് വേണമെങ്കിൽ ഇത്രയും വെള്ളം എന്തെങ്കിലും ഇതിൽ വേണം. ഈ സമയം ഇതിലോട്ട് നമ്മൾ വൈറ്റ് സോസ് റെഡിയാക്കി എടുത്തല്ലോ, അതങ്ങ് ഒഴിച്ച് കൊടുക്കാം. വൈറ്റ് സോസ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിത് ഇളക്കുമ്പോൾ തന്നെ നല്ലതായിട്ടത് കുറുകി വരും. കാരണം മൈദയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ ഗ്രേവി അങ്ങ് കുറുകി വരുമേ. ഇത് നല്ലതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇത് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു 1/2 കപ്പ് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തീ ഫുള്ളും കുറച്ച് വെച്ചിട്ടുണ്ട്. മസാല ചീസൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ കുറച്ച് വെച്ച് ഇതൊന്ന് അടച്ചു വെക്കാം. ചീസൊക്കെ നല്ലതായിട്ടൊന്ന് മെൽറ്റായി വരണം. അതുവരെ നമുക്ക് തീ കുറച്ച് വെച്ച് ഇതിനൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ചീസൊക്കെ നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തീ ഓഫ് ചെയ്തപ്പോഴത്തെ ഗ്രേവിയൊക്കെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ റെസിപ്പി ആയത് കേട്ടോ. ഇത് ടർക്കിഷ് ചിക്കൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ചപ്പാത്തി, കുബൂസ്, പൊറോട്ട, നാന്, ഫ്രൈഡ് റൈസ് ഇവയോടൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം എന്തെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.